ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ദിനചര്യയെക്കുറിച്ചാണ്, അതായത് ഹാബിറ്റിനെ കുറിച്ചാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യം. വെറും 10 മിനിറ്റ് ഡെയിലി ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും. എന്നാൽ ആദ്യം നിങ്ങൾ ബ്രഹ്മമുഹൂർത്തം എന്താണെന്ന് അറിയണം. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബ്രഹ്മമുഹൂർത്തവുമായി ബന്ധപ്പെട്ട്. രാവിലെ 3:30 മുതൽ 5:30 വരെയുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്ത സമയം. ഈ സമയത്ത് നമ്മുടെ മനസ്സും ശരീരവും ഏറ്റവും ഉണർവുള്ള നിലയിലായിരിക്കും. ഈ സമയത്ത് പ്രകൃതി തന്നെ ഒരു ധ്യാനാവസ്ഥയിലായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്ത് ശാന്തമായ അന്തരീക്ഷമാണ് ആ സമയത്ത്. ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഇരട്ടി ഫലം നൽകും. ഒരു ചെറിയ 10 മിനിറ്റ് മാത്രം ഈ ദിനചര്യയ്ക്കായി വിട്ടുകൊടുക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നേടാൻ ഈ ഒരൊറ്റ പ്രയോഗം കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞരും പണ്ഡിതരും ഈ സമയത്തെ ദൈവസമയമെന്നും വിജയസമയമെന്നും വിശേഷിപ്പിക്കുന്നു. നമുക്ക് ആദ്യം സമയത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാം. ഒരു ദിവസം 24 മണിക്കൂറാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ 12 മണിക്കൂർ, ഞാൻ ഈ പറയുന്ന 12 മണിക്കൂർ, അതായത് സന്ധ്യയ്ക്ക് 6 മണി മുതൽ പുലർച്ചെ 6 മണി വരെയുള്ള 12 മണിക്കൂർ 4 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അതിലൊന്നാമത്തെ സമയമാണ് സന്ധ്യയ്ക്ക് 6 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള സമയം. ഈ സമയം ദൈനംദിന പ്രവൃത്തികൾക്ക് അനുയോജ്യമായ സമയമാണ്. ആരോഗ്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ 7:30 മുതൽ 8 മണിക്കകം ഭക്ഷണം കഴിക്കുന്നതാണ് ഉത്തമം. ഇനി രണ്ടാമത്തെ സമയം എന്ന് പറയുന്നത് രാത്രി 9 മണി മുതൽ 12 മണി വരെയുള്ള സമയമാണ്. ഇപ്പോൾ നമ്മളിൽ പലരും ഈ സമയത്താണ് ഭക്ഷണം കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് ഭക്ഷണം കഴിക്കരുത്. ശാസ്ത്രീയമായി ഇതിനു പിന്നിൽ ഗുണമുള്ള കാരണങ്ങളുണ്ട്. ഈ സമയത്ത് ശരീരത്തിൽ ആഗ്നേയശക്തി കുറഞ്ഞു വരികയാണ്. അതിനാൽ ഭക്ഷണം ദഹിക്കാനും ശരീരത്തിന് വിശ്രമിക്കാനുമുള്ള സമയമാണ് ഈ സമയം. ഇനി മൂന്നാമത്തെ സമയമാണ് രാത്രി 12 മണി മുതൽ പുലർച്ചെ 3 മണി വരെയുള്ള സമയം. ഇത് ഉറക്കത്തിനായി ഏറ്റവും അനുയോജ്യമായ സമയമാണ്. മനസ്സും ശരീരവും ഏറ്റവും ആഴത്തിലുള്ള വിശ്രമം അനുഭവപ്പെടുന്ന ഘട്ടം. ഇനി അടുത്തതായി 4ാമത്തെ സമയമാണ് പുലർച്ചെ 3 മണി മുതൽ 6 മണി വരെയുള്ള സമയം. പുതുമയുള്ള ചിന്തകളും ഉണർവുള്ള മനസ്സും ഉണ്ടാകുന്ന സമയം. ചിലർ 3:30 4 മണിക്കോ ഉണർന്ന് ചെറിയ ജോലികൾ ചെയ്ത ശേഷം വീണ്ടും ഉറങ്ങാറുണ്ട്. ഇനി നമുക്ക് ബ്രഹ്മമുഹൂർത്ത സമയത്തിലേക്ക് വരാം. പുലർച്ചെ 3:30 മുതൽ 5:30 വരെയുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്ത സമയം. ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ചിന്തയും വരില്ല. പകരം പോസിറ്റീവ് എനർജി നിറഞ്ഞിരിക്കും. നമ്മുടെ മനസ്സിനെ പോസിറ്റീവാക്കി മാറ്റാനുള്ള ഏറ്റവും ഉചിതമായ സമയമാണ് ഈ സമയം. ഈ സമയത്ത് നമ്മുടെ ശാരീരിക ശക്തിയും മാനസിക ശക്തിയും ഉണർവിലായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് അതിനായി ധ്യാനം ചെയ്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ്. പക്ഷെ ചിലർ ചോദിക്കും, ഞാൻ പുലർച്ചെ 4:30 എങ്ങനെയാ എഴുന്നേക്കാൻ കഴിയുക എന്ന് പലരും ചോദിക്കാറുണ്ട്. നിങ്ങൾ വൈകി ഉറങ്ങുന്നുവെങ്കിൽ ഇത് പ്രയാസമാകും. രാത്രി 11 മണിക്കോ 12 മണിക്കോ അല്ലെങ്കിൽ 1 മണിക്കോ ഉറങ്ങുന്നവർക്ക് 4:30 ഉണരാൻ കഴിയില്ല. അതിനാൽ ഈ സമയത്തെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ നേരത്തെ ഉറങ്ങാൻ തുടങ്ങണം. ഇനി നമുക്ക് രാവിലെ ഉണർന്ന ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമായ കാര്യമാണ്. വെറും 10 മിനിറ്റ് മാത്രം, അതിലധികമില്ല. നിങ്ങളുടെ ആജ്ഞാചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതായത് ആജ്ഞാചക്രം എന്ന് വെച്ചാൽ നിങ്ങളുടെ 2 പുരികത്തിന്
ഇടയിലുള്ള സ്ഥലം, അതായത് സ്ത്രീകൾ പൊട്ടുവയ്ക്കുന്ന സ്ഥലം. ആജ്ഞാചക്രത്തിന് നമ്മൾ സങ്കല്പചക്രം എന്നും വിളിക്കും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനായി ഈ ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആകർഷിക്കാനുള്ള ശക്തി വർദ്ധിക്കും. ഈ ചക്രത്തിൻ്റെ കളറ് ഇൻഡിഗോ കളറാണ്. ഇനി നമുക്ക് ആജ്ഞാചക്ര ധ്യാനം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സുഖാസനം അല്ലെങ്കിൽ പത്മാസനത്തിൽ ഇരിക്കുക. നിലത്ത് മാറ്റിട്ടിട്ട് വേണം ഇരിക്കാൻ. അല്ലെങ്കിൽ നിലത്തിരിക്കാൻ കഴിയാത്തവരാണെങ്കിൽ കസേരയിൽ ഇരിക്കാം. രണ്ടാമതായി ചിന്മുദ്ര എടുക്കുക. ചൂണ്ടുവിരലും തള്ളവിരലും ഒന്ന് സ്പർശിച്ച് മറ്റ് വിരലുകൾ നീട്ടുക. ശേഷം കൈകളെ കാലുകളുടെ മുകളിൽ വയ്ക്കുക. മൂന്നാമതായി കണ്ണുകൾ അടച്ച് ആജ്ഞാചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശേഷം മൂക്കിലൂടെ ആഴത്തിൽ ശ്വാസം എടുക്കുക. അതായത് 5 സെക്കൻഡ് സമയം എടുത്തുകൊണ്ട് മൂക്കിലൂടെ ആഴത്തിൽ ശ്വാസം എടുക്കുക. ശ്വാസം 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം വായിലൂടെ ചെറുതായി ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് 10 മിനിറ്റ് ആവർത്തിക്കുക. 10 മിനിറ്റ് നിങ്ങൾക്ക് മൊബൈലിൽ അലാറം സെറ്റ് ചെയ്ത് വെച്ചും ഇത് ചെയ്യാം. ആദ്യ ദിവസങ്ങളിൽ 5 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്ത് വെക്കാം. പിന്നീട് അത് 8 മുതൽ 10 വരെ സെക്കൻഡായി വർദ്ധിപ്പിക്കാം. ഇത് പതിവാക്കിയാൽ നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ വ്യക്തത വരും, ഉണർവുണ്ടാവും, നല്ല ചിന്തകളോടെ ഒരു ദിവസം ആരംഭിക്കാനും കഴിയും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് പ്രയോജനം അത് നോക്കാം. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവബോധത്തിൽ കൂടുതൽ ശക്തിയോടെ വരും. മനസ്സിലുള്ള ആശങ്കകൾ ഇല്ലാതാകും, ഉണർവുണ്ടാകും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇത് സഹായിക്കും. ആകെയുള്ള സമയം വെറും 10 മിനിറ്റാണ്. പക്ഷേ ഇതിൻ്റെ ഫലം വളരെ വലുതാണ്. എല്ലാവരും ഇത് ചെയ്തു നോക്കുക. ഇത് പവർഫുൾ ടെക്നിക്കാണ്. നിങ്ങളുടെ അനുഭവം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ അനുഭവവും എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വീഡിയോ കണ്ടു മാത്രം നിൽക്കരുത്, ഇത് ചെയ്തു നോക്കണം. നിങ്ങളുടെ ആഗ്രഹിക്കുന്നത് നേടാൻ ഇത് നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.